നമസ്കാരം. ഇപ്പൊ നിൽക്കുന്നത് പാവർട്ടി VKG സിനിമാ തിയേറ്ററിൽ ഏറ്റവും പുതിയ സിനിമാ തിയേറ്ററാണ് ഇപ്പോൾ പാവർട്ടിയിൽ VKG ഓപ്പൺ ആയിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയിലും ടെക്നോളജിയിലാണ് ഈ ഒരു തിയേറ്റർ വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നെ കാണാം, തിയേറ്ററിന്റെ ഓണർ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിച്ചു നോക്കാം. എന്ത് പറയുന്നു, വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു പുതിയ തിയേറ്റർ സമ്മാനിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് പാവർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് VKG സിനിമാസ്. അപ്പൊ ഇങ്ങനെ ഒരു തിയേറ്റർ തുടങ്ങാനുള്ള എന്തായിരുന്നു ആ ഒരു മനസ്സ്? അല്ല, പാവർട്ടിയിലെ സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 20 വർഷത്തിന് ശേഷം സിനിമാ തിയേറ്ററില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണണമെങ്കിൽ തൃശ്ശൂർക്ക് പോകണം, അല്ലെങ്കിൽ കുന്നോളം പോകണം, അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോകണം. അപ്പോൾ പാവർട്ടിയിൽ ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയ വിജയിക്കുന്നൊരു. അപ്പൊ ഇവിടെ അടുത്തുള്ളവർക്ക് സാധാരണക്കാർക്ക് ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാനുള്ള സൗകര്യം കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേര് കണ്ടമാനം സിനിമയ്ക്ക് വേണ്ടി അവര് പിന്നെ പുതിയ ടെക്നോളജി അന്വേഷിച്ചിട്ട് നമ്മളെക്കാളും കൂടുതൽ അറിവ് അവർക്കാണ്. നമ്മളൊക്കെ ഒരു പഴയ കാലഘട്ടമാണല്ലോ. നമ്മളൊക്കെ പഴയ കാലഘട്ടമാണ്. പണ്ട് 2 രൂപ 3 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ എല്ലാ വ്യത്യാസങ്ങളും വന്നു. ദൃശ്യങ്ങളിലായാലും അതുപോലെ തന്നെ സൗണ്ടുകളിലാണെങ്കിലും സീറ്റിംഗ് കപ്പാസിറ്റിയിലായാലും മൊത്തത്തില് ടോട്ടലി തിയേറ്ററുകളൊക്കെ മാറി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഇപ്പൊ ഒരുപാട് തിയേറ്ററുകൾ പിന്നെ നിർത്തി വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാറിന് ഒരു തിയേറ്റർ സമ്മാനിക്കാൻ, അതായത് പുതിയ ഒരു ടെക്നോളജിയിൽ കൊണ്ടുവരാനുള്ള ഒരു ആശയം തോന്നിയത്? നമ്മള് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് പുതിയ ടെക്നോളജിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരിവിടേക്ക് അട്രാക്ഷൻ ആവില്ല. പിന്നെ നമ്മളത് എന്തായാലും ഒരു ബിസിനസിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൗകര്യങ്ങള് പ്രേക്ഷകർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ വരില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ സിനിമ തന്നെ എമ്പുരാൻ, ലാലേട്ടന്റെ ഏറ്റവും നല്ലൊരു പുതിയൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമയിലൂടെയാണ് തിയേറ്ററിന്റെ ഒരു ഓപ്പണിങ്ങും. ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? സ്വീകരണമായിരുന്നു, ഭയങ്കര സ്വീകരണം. നമ്മള് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരുന്നു. പിന്നെ പാവർട്ടിയിലെ സിനിമാ തിയേറ്റർ ഇല്ല. അപ്പോൾ പിന്നെ എല്ലാവരും ശോഭയിലേക്കാണ് ഇതേ ഒരു സൗകര്യമുള്ള തിയേറ്റർ ആൾക്കാർ കാണുന്നത്. സൗകര്യം എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ ഒരു സ്വീകരണം? പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായമാണ്, അവർ ഹാപ്പിയാണ്. നമ്മള് പുതിയ ടെക്നോളജിയാണ് ഉപയോഗിച്ചുള്ളത്. ഇപ്പൊ കിട്ടാവുന്ന ഇതിൽ വെച്ചിട്ട് നല്ലൊരു പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രഷർ ഒക്കെയാണ്. ഇവിടെ ബുക്കിംഗ് ഒക്കെ ഇവിടെ ആദ്യം ഫില്ലായതിനു ശേഷമാണ് മറ്റുള്ള സ്ഥലത്തേക്ക് ആൾക്കാർ പോണത്. കമന്റുകളൊക്കെ വന്നു തുടങ്ങിയോ? കമന്റുകള് വരുന്നുണ്ട്, നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല, ആർക്കും മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. എന്നാലും 90% ആൾക്കാർ ഓക്കെയാണ്. VK ജോർജ്, വടക്കൂട്ട് കൊച്ചപ്പൻ മകൻ ജോർജ്. അപ്പൊ ആളുടെ പേരൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള വേറെ ബിസിനസ്സുകളുടെ പേരാണത്. അത് സിനിമാ തിയേറ്ററിൽ നമ്മളെ പേരിട്ടു മാത്രം. നമ്മുടെ എൻട്രി ഇതാണ്, ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടുത്തത് ബോക്സ് ഓഫീസാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 130, 150, 200 അങ്ങനെയാണ് കേട്ടോ. ഓൺലൈൻ സൗകര്യം ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു അഡീഷണൽ ചാർജ് തന്നെയാണ്. ഇതാണ് മെയിനായിട്ട് എൻട്രൻസ്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ട്. പിന്നെ ഇതവിടെ ഒരു അടിപൊളി ഒരു സ്നാക്സ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ക്രീനുകൾ ഉണ്ടല്ലോ അല്ലേ തിയേറ്ററിൽ? നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. സ്ക്രീൻ കാണിച്ചു തരാം. ഇതാണ് സ്ക്രീൻ ഫസ്റ്റ്. ഇത് 4K ആണ്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് അല്ലേ? സൗണ്ട്. സ്ക്രീനിന്റെ ഒരു സൈസ് ഒക്കെ എത്ര ഉണ്ടാവും? ഒരു 33-16 സൈസ് ഉണ്ടാവും. 4K ആണ്. അപ്പോൾ സ്ക്രീൻ 1ന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തിയേറ്ററിൻ്റെ ഒരു ഇൻറ്റീരിയർ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഒരു വയലറ്റ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു കളറാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട്, ലൈറ്റപ്പ് ഒക്കെ ആയിട്ട്. ഇതാണ് സ്ക്രീൻ 2. 2K പ്രൊജക്ടറാണ്. 7.1 ആണ്. ഇത് 2K ആണല്ലോ. 2K ആണ്. അത് 4K ആണ്. അത് 4K. സ്ക്രീൻ 1 4K, സ്ക്രീൻ 2K ആണ്. സീറ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം? അല്ല, സീറ്റുകളൊക്കെ സെയിം തന്നെ. എത്ര എണ്ണം ഉണ്ട്? 200 സീറ്റ്. 200 തന്നെയാണല്ലേ? 2 സ്ക്രീനിൽ 200. പാവർട്ടി വലിയ പള്ളിയുടെ അടുത്തും പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു തിയേറ്റർ VKG സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിനിമ കണ്ടവരൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക.